ശ്രീ രാജു പി നായർ വോട്ട് നോട്ട് കൊടുത്തു വാങ്ങാം എന്നുള്ളതിനപ്പുറത്ത് ആ ആരോപണം അവരിപ്പോഴും പറയുന്നത് ആ ദൃശ്യങ്ങൾ കയ്യിൽ വെച്ച് കൊടുക്കുന്ന ദൃശ്യങ്ങളില്ല എന്നുള്ളതാണ്. പക്ഷേ ആ ആരോപണം നിലനിൽക്കുന്നതാണ്. തെളിയിക്കപ്പെടുകയാണെങ്കിൽ ജനാധിപത്യത്തിൽ ഇത്രത്തോളം വലിയ അശ്ലീലം വേറെയില്ല. മാധു, ഒരു ക്ഷമാപണത്തിന്റെ ആവശ്യമില്ല. എന്നെ സംബന്ധിച്ചോളം പ്രശാന്ത് ശിവൻ അരമണിക്കൂറും കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കണമായിരുന്നു, സംസാരിക്കണമായിരുന്നു എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അദ്ദേഹം എത്രമാത്രം എന്താ പറയുക, ഈ വിവസ്ത്രനായിട്ടാണ് ജനങ്ങളുടെ മുന്നിൽ നിന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം. വിവസ്ത്രൻ ഉദ്ദേശിച്ചത് സത്യത്തിന്റെ കാര്യത്തിലാണ്. സത്യത്തിൽ നിന്ന് വിവസ്ത്രനായിട്ടാണ് അദ്ദേഹം നിന്നത്. വളരെ കൃത്യമായിട്ട് ജനങ്ങളുടെ മുഴുവൻ മുന്നിൽ അദ്ദേഹം പറഞ്ഞ പോലെ പൈസ കൊടുക്കാത്ത വീഡിയോ ഇല്ല, പൈസ കൊടുക്കുന്ന വീഡിയോയും അവിടെയുണ്ട്. ഇപ്പോൾ പല മാധ്യമങ്ങൾ ആ സ്ത്രീ, ഇവർക്ക് അറിയില്ല എന്ന് പറഞ്ഞ സ്ത്രീയാണല്ലോ, കാരണത്തിരുന്നപ്പോൾ നിഴലാണെന്ന് പറഞ്ഞു. സാരി കൊടുത്ത ആൾക്ക് എങ്ങനെയാണ് ചുരിദാറും മുല്ലപ്പൂവും വെച്ച നിഴലുണ്ടാവുന്നത് എന്നുള്ളത് ഇപ്പോൾ പുതിയ ശാസ്ത്രമാണ്. ആ ശാസ്ത്രമൊക്കെ ഇനി തെളിയിക്കപ്പെടേണ്ടതാണ്. അതുകൂടാതെ ഇദ്ദേഹം ഈ സ്ത്രീ BJPയുടെ ഓഫീസിൽ നിൽക്കുന്ന ചിത്രങ്ങൾ, ശോഭാ സുരേന്ദ്രനും ശിവരാജ് ചൗഹാനും ഉൾപ്പെടെ നിൽക്കുന്ന ചിത്രങ്ങൾ, അങ്ങനെ വ്യാപകമായിട്ട് ഇവർ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ ശോഭാ സുരേന്ദ്രന്റെ സന്തത സഹചാരിയാണ് എന്നുള്ള തെളിയിക്കുന്ന ചിത്രങ്ങൾ മുഴുവൻ പുറത്തു വന്നിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനും ഇപ്പൊ ഈ ചർച്ചയിൽ ഈ പ്രശാന്ത് കൃഷ്ണനും കാര്യങ്ങൾ പറഞ്ഞതോടെ ജനങ്ങൾക്ക് ഇനി അവ്യക്തതയില്ല. അതിനകത്ത് പൈസ കൊടുത്തു എന്നുള്ള കാര്യത്തിൽ അവ്യക്തതയില്ല. പ്രശ്നം ഇത് BJP കേവലം പാലക്കാട് മാത്രം ചെയ്തല്ല. ഇപ്പോ തൃശ്ശൂർ കാച്ചേരിയിൽ ഇപ്പോൾ 750 കിറ്റുകൾ വിതരണം ചെയ്യുന്നിടത്ത് ഇന്നിപ്പോ ഫ്ലൈയിങ് സ്ക്വാഡ് എത്തി ഇപ്പൊ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ കഴിഞ്ഞ ദിവസം നമുക്ക് ഓർമ്മയുണ്ട്, വാടാനപ്പള്ളിയിൽ അതെ, നമുക്ക് ജനങ്ങളെ നമുക്ക് അറിയിക്കാലോ. അവിടെ നിന്ന് അത്രയും കിറ്റുകൾ ഇപ്പോ പിടിച്ചെടുത്ത കാര്യം നമുക്കറിയാം. നേമത്ത് ഒരു ബൂത്ത് ഓഫീസിൽ നിന്ന് 369 ലിറ്റർ എന്നാണ്, എത്രയെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പല ഇതുണ്ട്. പക്ഷെ ബൂത്ത് ഓഫീസിൽ നിന്ന് മദ്യം പിടികൂടി എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല, അതുണ്ട്. അപ്പോൾ BJP വ്യാപകമായിട്ട് ഈ പണക്കൊഴുപ്പ്, നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിരുന്ന ഈ പണത്തിന്റെ രാഷ്ട്രീയം, പണക്കൊഴുപ്പിന്റെ രാഷ്ട്രീയമെല്ലാം, അതുകൂടാണ്ട് സാരി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിരായിരിയിൽ സാരി കൊടുക്കുന്ന വിഷയം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ വ്യാപകമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ പണം കൊണ്ട് അട്ടിമറിക്കാൻ വേണ്ടി നടത്തിക്കൊടുത്തത്. ദൗർഭാഗ്യവശാൽ ഇതെല്ലാം നമ്മുടെ നികുതിപ്പണമാണെന്നുള്ളതാണ്. നമ്മുടെ നികുതിപ്പണമാണ് ഈ BJPയുടെ നേതൃത്വം അവിടെ നിന്ന് കൊള്ളയടിച്ച് അത് ഈ MLA-മാർ വിലക്കെടുക്കാനും ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ തന്നെ നികുതിപ്പണമാണ്. അത്രയും ഒരു അശ്ലീലമായിട്ട് ഇന്ന് BJPയുടെ രാഷ്ട്രീയം മാറിയിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇതിനകത്ത് ഇനി നമ്മൾ ജനങ്ങളോട് മുമ്പിൽ ആ കൊടുത്തത് സത്യമായിരുന്നു സ്ഥാപിക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവിടെ ഏറ്റവും ഫലപ്രദമായിട്ട് ഈ കേസ് മുന്നോട്ട് പോകണം. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥി അയോഗ്യയാക്കിപ്പെടണം. തെരഞ്ഞെടുപ്പിന്റെ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് അവരുടെ വിഷ്വൽസ് ഉൾപ്പെടെ ഇനി ഒരു, കാരണം അതുകൊണ്ടാണല്ലോ അപ്പൊ തന്നെ കളക്ടർ ഉൾപ്പെടെ ഇടപെട്ട് അവിടെ മുഴുവൻ തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. ആ പാവപ്പെട്ട അമ്മ പറഞ്ഞത് ആദ്യം തന്നെ ഞാൻ മരുന്നിന് പൈസ ചോദിച്ചു, എനിക്ക് തന്നു. അത് കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് നിന്ന് വെച്ചൊരാൾ തിരുത്തിയിട്ടാണ് അത് പെൻഷൻ പൈസയാണെന്നൊക്കെ പറയുന്നത്. പെൻഷൻ എന്തായാലും ഇന്ന് കൊടുത്തതല്ലോ, പെൻഷൻ പൈസയായിട്ട് ഇപ്പോൾ കൊടുക്കാൻ പറ്റുമല്ലോ, അവിടെ പോയിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അത് പറ്റില്ല. അപ്പോൾ ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ബോധ്യമാവുന്ന രീതിയിലാണ് ഇന്ന് ഈ കാര്യങ്ങൾ മുഴുവൻ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അത് പുറത്തേക്ക് കൊണ്ടുവന്ന ഈ BJPയുടെ പണാധിപത്യത്തിന്റെ രാഷ്ട്രീയം കേരളത്തിൽ നടപ്പാക്കുന്നത് വ്യക്തതയുള്ള തെളിവുകളോടുകൂടി പുറത്തു കൊണ്ടുവന്ന കോൺഗ്രസ് പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത് പലയിടത്തും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ആ പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ തീർച്ചയായിട്ടും ജാഗരൂകരായിട്ടിരുന്നു എന്നുള്ളതാണ്. ഇവർ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നു എന്ന് കൃത്യമായിട്ട് അറിയുമ്പോൾ അതിനുള്ള ജാഗ്രത കാണിച്ചുകൊണ്ടാണ് ഇന്ന് ഇത് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നടത്തുന്ന അട്ടിമറി ഏറ്റവും ഫലപ്രദമായിട്ട് ഇന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളത്. ഡിബേറ്റ് വിത്ത് മാധു സജി.